ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു നൈറ്റിയുടെ കട്ടിംഗ് ആണ്. യോക്ക് നൈറ്റി നമുക്ക് കട്ട് ചെയ്യാം. യോക്ക് പ്ലീറ്റഡ് നൈറ്റി. അപ്പോൾ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് ലെങ്ത്തിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് മടക്കിയിട്ടാണത്. ആദ്യം നമ്മൾ വണ്ണത്തിൽ ഇതുപോലെ മടക്കി, പിന്നെ നീളത്തിൽ ഇതുപോലെ മടക്കി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് മടക്കാം. നമ്മൾ ചുരിദാറിന് മടക്കണ പോലെ ഇതുപോലെ ഇങ്ങനെ മടക്കി, പിന്നെ ഇതുപോലെ. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അത് 4ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻറ്റിലാണ് നൈറ്റി കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് ഞാൻ 2.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 6ആണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 4ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി ഷോൾഡർ മാർക്ക് ചെയ്യണേന്ന് നോക്കാം. ഷോൾഡർ വരുന്നത് 15 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് 15ൻ്റെ 2 ഭാഗം, അപ്പോൾ നമുക്കത് 7.5 കിട്ടും. ഇനി 7.5-യിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 6.5 കിട്ടും. അപ്പോൾ ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് ഞാൻ എന്താ കുറയ്ക്കണേന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 4 ആയതുകൊണ്ടാണ്. അപ്പോൾ 4 ആവുമ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 6.5 ഇഞ്ച് ആണ് നമ്മുടെ ഷോൾഡർ വരിക. 6 ഇഞ്ച് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ, അതായത് 4 തൊട്ട് 5 വരെയൊക്കെ വന്നാൽ നിങ്ങൾക്ക് 1 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതി എടുത്ത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കാം. ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. കേട്ടോ, 3.5 തൊട്ട് 4.5 ഇഞ്ച് വരെ ബാക്ക് നെക്ക് വരാൻ വെച്ചാൽ ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. ഇനി 5 തൊട്ട് 6 വരെയൊക്കെ വരാൻ വെച്ചാൽ 2 ഇഞ്ച്, സോറി അവിടെ 2 ഇട്ടേക്കുന്നത്, 2 ഇഞ്ചാണ് കറക്റ്റ്, 2 ഇഞ്ച് കുറയ്ക്കുക. ഇനി 6 to 7 വരാമെന്ന് വെച്ചാൽ ബാക്ക് നെക്കിൻ്റെ നീളാട്ടം ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു 2.5 ഇഞ്ച്, 3 ഇഞ്ചല്ല 2.5 ഇഞ്ച് കുറയ്ക്കാം. ഇനി 3.5 ഇഞ്ചിൻ്റെ മുകളിൽ 2.5 ഒക്കെ വരുമ്പോൾ നമുക്ക് ഷോൾഡർ 1/2 ഇഞ്ച് കുറച്ചാൽ മതി. 3, 2.5 അതൊക്കെ വരുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ഒക്കെ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ 1 ഇഞ്ച് കുറയ്ക്കേണ്ട. അപ്പോൾ ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ കുറയ്ക്കുന്നത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ബാക്ക് നെക്ക് കൂടുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ അകന്ന് കൊടുക്കും. അതുകൊണ്ടാണ് 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ വെച്ചിട്ട് നമ്മൾ കുറയ്ക്കണത്. ഇപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ നീളം മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനെക്കാട്ടും, അല്ലെങ്കിൽ ഇത് 6.5 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് 7 7.5 എടുക്കാം. നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് നൈറ്റിക്ക് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 38 ചെസ്റ്റ് വരുന്ന ഒരു നൈറ്റിയാണത്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഒരു 40-45 ചെസ്റ്റൊക്കെ, 40 to 45 ചെസ്റ്റ് വരുന്നവർക്ക് ഒരു 7.25 നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് കൊടുക്കാവുന്നതാണ്. 45-ന് മുകളിലുള്ളവർക്ക് ഒരു 8.25 ഒക്കെ നമുക്ക് ഈ ആം ഹോളിൻ്റെ നീളം കൊടുക്കാം. അപ്പോൾ ഇതൊരു 38 ചെസ്റ്റ് വരുന്ന ഒരു നൈറ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് ഇവിടുന്ന് 1.5 ഇഞ്ച് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 46 തൊട്ട് 46 വരെ ചെസ്റ്റ് വരുന്നവർക്ക് നമുക്ക് 2, 2.5 ഇവിടെ മാർക്ക് ചെയ്യാം. കുഴപ്പമില്ല, അവർക്ക് കറക്റ്റായിരിക്കും. അതല്ല അവിടെ ഒരു 3 ഇഞ്ച് കൊടുക്കായാലും കുഴപ്പമില്ല, കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 ഇഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് 6 ഇഞ്ച് ഇറക്കം കിട്ടും. ഞാനിവിടെ അതൊരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബോക്സ് ആക്കിയിട്ട് വരച്ചു. റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഞാൻ പറഞ്ഞു 4 ഇഞ്ചാണ് നമ്മുടെ ബാക്ക് നെക്ക്. ഒരു 4 ഇഞ്ച് കുറച്ച് 3.5 ഇഞ്ചിൽ ഞാനിവിടെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചു.
അതും ഞാൻ യൂനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ യൂനെക്ക് കൊടുത്തു. അപ്പോൾ 2 നെക്കും നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്ക് യോക്ക് പാർട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരാണെന്ന് വെച്ചാൽ 9 ഇഞ്ച് 9 ഇഞ്ച് അങ്ങനെയൊക്കെ മതി. അല്ലാത്തവർക്കൊക്കെ നമുക്ക് 10 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് കൊടുക്കാം. ഈ പോയിൻറ്റും ആ കൈക്കുഴിയുടെ അവിടുത്തെ ആ ഒരു പോയിൻറ്റും ഇതുപോലെ കർവിൽ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് വരച്ചെടുത്താലും മതി. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ കൈയുടെ നീളം മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് കൈയുടെ നീളം മാർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കൈയിൻ്റെ നീളം വരുന്നത് അതിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതുപോലെ ഞാൻ കൈക്കുഴി ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. കൈക്കുഴിയുടെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ എത്രയാണ് എടുത്തത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് കൂട്ടി 7 നമ്മുടെ കൈക്കുഴിയുടെ നീളം വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 8.5 ഇഞ്ച് നമുക്ക് കണ്ടോ 7. അപ്പോൾ അതവിടെ വെച്ചു. 7ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടാം, 8.5 ഇഞ്ച്. ഞാനിവിടെ കുറയണ്ടാന്ന് വെച്ചിട്ട് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തു. ഞാനിവിടുന്ന് ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സാധാ സ്ലീവ് എങ്ങനെയാണോ ഷേപ്പ് ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ ആ 3.5 ഇഞ്ചിലേക്ക് മുട്ടിച്ചിട്ട് ഇതുപോലെ വരയ്ക്കുക. അത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ നമ്മുടെ സ്ലീവ് ഓപ്പൺ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് ഓപ്പൺ വരുന്നത് അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് യോക്കിന് വേണ്ടിയിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ യോക്ക് പാർട്ടിനെക്കാട്ടും 1/2 ഇഞ്ച് കുറച്ച് ഈ സൈഡിൽ മാർക്ക് ചെയ്യുക. അത് ഏത് സൈസുകാരായാലും. കണ്ടോ? ഇനി ആ പോയിൻറ്റിൽ നിന്ന് ഈ യോക്ക് പാർട്ടിലേക്ക് ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലൈൻ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര ഇഞ്ച് കിട്ടണേന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 38ൻ്റെ 4ൽ ഒരു ഭാഗം നമുക്ക് വരുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടി നമുക്കിതിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് നീളം വീതിയും 2 ഇഞ്ച് എടുത്ത് ഒരു ബോക്സ് പോലെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറവ് വരുന്നുള്ളവർക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണ് ഇത്രയും ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് 38 ഇഞ്ച് കിട്ടും. കറക്റ്റ് കണ്ടോ? സ്ലീവ് നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ മാർക്കിങ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അതിന് മുന്നേ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനത് വിട്ടുപോയി. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസിലും ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തു. ഇനി നമുക്ക് 2 പാർട്ടും വേറെ വേറെ ആക്കാം. ബാക്കും ഫ്രണ്ടും നമുക്ക് അവിടെ കട്ട് ചെയ്തിട്ട് വേറെ ആക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഷോൾഡർ കട്ട് ചെയ്തിട്ട് വേറെ വേറെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ട് ആ നെക്ക് നമുക്ക് ആ ഫ്രണ്ടിലത്തെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം.
ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തു. ഇനി ആ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇതോടെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഫ്രണ്ട് പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ആ സ്കേർട്ടിൻ്റെ ഭാഗം അവിടെ തുടങ്ങി ഇവിടം വരെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നടുഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കുക. നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെയും ചെറുതായിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും സ്ലീവും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 2 സ്ലീവ് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്തു. ഫ്രണ്ട് ഭാഗം മാറി പോകാണ്ടിരിക്കാൻ ഒരു നോച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഇതിന് എന്തായാലും ലൈനിങ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് കൊടുത്ത് നെക്ക് അടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.